ചേച്ചി ചേച്ചിയുടെ പുതിയ ഡാൻസ് ആണ് ഗൈസ്. അതായത് സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി ഞാൻ ഈ ഒരു കാര്യം യൂട്യൂബിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കണ്ടത്. അതായത് ബാർ ഡാൻസറായി രേണു സുധി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലോടൊക്കെ ഒരുപാട് പേര് ഷോർട്സ് ഇട്ടേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രേണു ചെയ്തൊരു ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് കയറി നോക്കിയപ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോ കാണിച്ച ആ ഒരു വീഡിയോ അവർ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് അതിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്തേക്കുന്നു. ഇതിനകത്ത് തന്നെ പിന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വിമർശിക്കുന്ന ആൾക്കാരെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വരാം. ആക്ച്വലി ഇപ്പൊ അവര് ദുബായിലാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ 15 ദിവസത്തേക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആക്ച്വലി ഞാൻ ആദ്യം ഒരു കാര്യം പറയും. ഈ ഒരു ഡാൻസ് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താണ് പറയുക, ഇത്രയൊക്കെ ഒരു ബാറിൽ പോയി ഇത്രയധികം ഒക്കെ ഒരു എന്താണ് ഫാമിലി ഉൾപ്പെടെ ചേച്ചിയുടെ പ്രതികരണത്തിൽ ഞാൻ കണ്ടത് വെറും ഒരു ബാറല്ല കേട്ടോ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിലാണ് അവർ ആക്ച്വലി ആ ഒരു ഡാൻസ് കളിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ഒരു കഴിവൊക്കെ രേണു ചേച്ചിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ നിൽക്കാമായിരുന്നില്ലേ? അതായത് നമ്മുടെ ആ എന്തുവാണ് നമ്മുടെ കിച്ചുവിന്റെ ബ്ലോഗിനകത്ത് തന്നെ കിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അമ്മയ്ക്ക് നിൽക്കാമായിരുന്നില്ലേ, അമ്മയ്ക്ക് കപ്പുമായിട്ട് തന്നെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ കുറച്ച് നാളുകൂടെ അമ്മയ്ക്ക് നിൽക്കാമായിരുന്നില്ല, കാരണം ഇത്രയൊക്കെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ രേണു ചേച്ചി നിൽക്കാമായിരുന്നില്ലേ എന്ന് എനിക്കും തോന്നിപ്പോയി ആക്ച്വലി. അതേ സാധാരണക്കാരി ഒരു വീട്ടമ്മയായിട്ടുള്ള അവര് വലിയ ഡാൻസിൽ പ്രൊഫഷണൽ ഒന്നുമല്ല, എന്നിട്ടും അവര് ചെയ്യുന്ന അത്രയൊക്കെ ചെയ്തെങ്കിൽ ഒരുപാട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് രേണു ചേച്ചി കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു അവർക്ക് അതിനെക്കാട്ടിൽ ഇഷ്ടം ഒരു പക്ഷേ ഇതായിരിക്കും. അവരുടെ ഇഷ്ടം അവർ ചെയ്ത് ജീവിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ഒരു വ്യക്തി ജീവിക്കുന്നതിനെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് കാര്യം ആയിക്കോട്ടെ, അതിപ്പോ നമുക്ക് ചിലപ്പോൾ എന്തിനവർ ചെയ്യുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ഏത് തൊഴിലിനായാലും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എന്താണ് ബാർ ഡാൻസർ ആയി രേണു എന്നൊക്കെ പറഞ്ഞ ഇട്ടേക്കുന്നേ. ആക്ച്വലി ബാർ ഡാൻസിങ് അല്ലെങ്കിൽ ബാറിൽ പോകുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താണ് പറയുന്നത്, നമ്മൾ കിണറ്റിലെ പൊട്ടൻ തവളയെ പോലെ ചിന്തിക്കുന്ന ചില സമൂഹമുണ്ട് കേരളത്തിൽ ഇപ്പോഴും. അതായത് എന്താ പറയുന്നത്, ആധുനിക ലോകത്തെ കുറിച്ച് യാതൊരു വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ മനുഷ്യര്. ആക്ച്വലി എന്താണ്, ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സ്ത്രീകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതായ ചില ജോലിക്ക് എന്ത് പരിമിതിയുണ്ടോ? ഇന്നത്തെ കാലത്ത് പണ്ടത്തെ ആ ഒരു 90 കാലഘട്ടത്തിന് മുമ്പൊക്കെയുള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആ ഒരു ചിന്താഗതി വെച്ചിട്ട് അവരെ വിമർശിച്ച് അല്ലെങ്കിൽ അടിസ്ഥാനത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ. എന്താണ്, കൊച്ചുങ്ങളുടെ മാനം കളയാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ. എനിക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാൻ, നിങ്ങൾ ഈ വിമർശനങ്ങൾ ഈ ഒരുപാട് അവരെ പറയുന്നുണ്ടല്ലോ, എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് അവർ ജീവിക്കുന്നതിനെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അല്ലെ, നമുക്ക് ആർക്കും ഇപ്പം ഇന്നത് നീ ചെയ്യാവൂ, നിനക്കറിയാവുന്നത്, അല്ലെങ്കിൽ ഇത് നീ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അവനവന് ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട് അല്ലെ. നമുക്കിപ്പോ അതിനോട് ചിലപ്പോൾ വിയോജിപ്പ് ഉണ്ടായിരിക്കും, കാര്യം ശരിയാ. പക്ഷെ എന്നിരുന്നാലും എന്ത് കാര്യം ചെയ്താലും, ആക്ച്വലി രേണു ചേച്ചി എന്തൊരു പുതിയൊരു കാര്യം ചെയ്താൽ പോലും അതിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. കാരണം ഇഷ്ടമുള്ളവർക്ക് കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോയ കാര്യം ശരിയാ, ഓക്കെ. എനിക്കറിയില്ല, മേ ബി എനിക്ക് ഒരുപാട് അലോസരം തോന്നിയ ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം ഇവര് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് ടാപ്ലോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്, മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല, കാരണം റീച്ച് ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. ഒരു മനുഷ്യനെ നമ്മൾ ജീവിച്ച് അല്ലെങ്കിൽ എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നവനെ അടിച്ചിടാൻ ശ്രമിക്കുന്ന ഒരു തരം മനോവികാരമുള്ള ചില മനുഷ്യരുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പം രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി, അവരും നമ്മളെ പോലൊരു സ്ത്രീയാണ്, അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് പക്ഷെ ഇഷ്ടം അതൊക്കെ ആയിരിക്കാം. നമ്മളിപ്പോ ബിഗ് ബോസിൽ തന്നെ ലാലേട്ടൻ ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് വോട്ടില്ലേ, കാര്യമില്ലേ, നിങ്ങൾക്ക് നിൽക്കാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചു. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു, അയ്യോ ഇത്രയും വോട്ടുള്ള സ്ത്രീ ഇവരെ ഇറങ്ങി പോവാണോ? നമ്മളൊക്കെ വോട്ട് കൊടുത്തവർക്കൊക്കെ ഒരുപാട് അലോസരം തോന്നിയ ഒരു കാര്യത്തിൽ. പക്ഷെ എന്നിരുന്നാലും അവനവൻ ഇഷ്ടം അതാണ്. പക്ഷെ അവർ വെളിയിൽ ഇറങ്ങി എന്താണ്, ഒരു ഒരു സാധാരണ സ്ത്രീയുടെ കഴിവിനപ്പുറം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ബാറിൽ പോയി വരെ ഡാൻസ് കളിക്കാനും അവരുടെ കഴിവ് ലോകത്തെ കാണിക്കാനും ശ്രമിക്കുന്നു. ഇപ്പൊ അതിലിപ്പം നമുക്കിപ്പോ വലിയ എന്താണ്, കണ്ണുപൊത്തി നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല. ആ ഒരു ഡാൻസിൽ ഫാമിലി ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു ഷോ കൂടിയായിരുന്നു. അതായത് അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ പോയതാണ്. അത്രയും ഒരു ഫെയിം അവർക്ക് കിട്ടിയത്, സാധാരണക്കാരി സ്ത്രീകൾ അവർക്കത് കിട്ടിയതിൽ ഒരുപാട്. എനിക്കറിയില്ല, കേരളത്തിന്റെ ഓരോ മനുഷ്യന്റെയും വികാരം എന്ന് പറയുന്നത് ഇപ്പോഴും പണ്ടത്തെ ചില എന്താണ്, ഇപ്പോഴത്തെ ചില ചിന്താഗതികൾ, ഇതിനൊന്നും ഒരു ഉത്തരം പോലും പറയാനായിട്ട് പറ്റത്തില്ല. ചിലത് കാര്യങ്ങൾക്ക് അതിനൊന്നും മൈൻഡ് കൊടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ അല്ലേ. ഈ പറയുന്ന ഓരോ മനുഷ്യനും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീ ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ? അടങ്ങി ഒതുങ്ങി നീ വീട്ടിൽ ഇരിക്കണം, നീ മക്കളെ നോക്കിയിരിക്കണം,
എന്തുവായിരുന്നു, എന്താണ് ഭർത്താവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീ ഇങ്ങനെ ആയി തീരണം എന്നൊക്കെ പറഞ്ഞ്, എനിക്കറിയില്ല, മേ ബി ഈ കാര്യത്തിനൊന്നും എനിക്ക് മേ ബി എന്റെ ഒരു രീതിയിലേക്ക് എനിക്ക് ഉത്തരം പോലും കൊടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത്. കാരണം അവരെ പോലെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വരാൻ നടക്കുന്ന ഒരു സ്ത്രീയൊക്കെ നമ്മളിങ്ങനെ പറയുക എന്നുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന സുധിയുടെ പേര് കളഞ്ഞു. സുധി എന്ന് പറഞ്ഞ മഹാനായ നടൻ കലാകാരനാണ്, സമ്മതിച്ചു, നല്ല കലാകാരനാണ്. സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് സുധിയുടെ ഈ ചെയ്തികൾ നമ്മൾ കേട്ടതാണല്ലോ. സുധിയുടെ ഒരു പാസ്റ്റ് ലൈഫ് എന്താണെന്നുള്ളത്. ഒരു മനുഷ്യർക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ടാവുന്നു ഞാൻ ഇല്ലാന്ന് പറയില്ല, പക്ഷെ സുധിയുടെ പാസ്റ്റ് ലൈഫ് നമ്മൾ കേട്ടതാണ്. ഓക്കെ, ആ പാസ്റ്റ് ലൈഫ് അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാൾ ഹോണ്ട് ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. മനസ്സിലായോ? ഇത് മരണശേഷം ഹോണ്ട് ചെയ്ത് വന്നു എന്നുള്ളൂ. ഇത് ഇവരും ഇങ്ങോട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പുണ്യാളായിട്ട് രൂപക്കൂട്ടിലിട്ട് വെച്ച സുധീനെ മറ്റേ രേണു കയറിയിട്ട് അങ്ങോട്ട് പേദോഷം ഉണ്ടാക്കി ഇല്ലാതാക്കി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എല്ലാം മാത്തമാറ്റിക്സ് ആണ്, ബോത്ത് ആർ മാത്തമാറ്റിക്സ്, രണ്ടും കണക്കാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നും പറയാൻ നിങ്ങൾക്ക് അവരുടെ ഇഷ്ടമല്ലേ ബേസിക്കലി. പിന്നെ അവരവിടെ ഡ്രസ്സില്ലാതെ കിടന്നാണോ ഉള്ളത്? ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ പേര് കളഞ്ഞു, അവരുടെ എല്ലാ അയാൾ ഉണ്ടാക്കി വെച്ച എന്തുവാ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ അവരെന്ത് ചെയ്യണം എന്നുകൂടി നമ്മൾ ഈ വിമർശിക്കുന്ന ആൾക്കാരൊന്ന് പറയേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. അതായത് അവർ ആക്ച്വലി ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ കരിയറിൽ കിട്ടിയ ഒരു നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ ആക്ച്വലി ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ബാർ ഒരു മോശപ്പെട്ട കാര്യമോ, അല്ലെങ്കിൽ അതും ലേഡീസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫാമിലി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അവർ പങ്കെടുത്തിയായിരുന്നു ആക്ച്വലി, അല്ലേ? കേരളത്തിലെ മനുഷ്യന്റെ ചിന്താഗതി വളരുന്നില്ല എന്ന് മാത്രമേ ഗൈസ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുള്ളൂ. ഇപ്പോഴും പരമ്പരാഗതമായ പണ്ടത്തെ എന്താണ് പറയുന്നത്, ലോകം കാണാത്ത കുറെ മനുഷ്യർ അവർക്കിടയിൽ ചിലയ്ക്കുന്നു എന്ന് മാത്രമേ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നുള്ളൂ ആക്ച്വലി.